കോട്ടയത്ത് രാഷ്ട്രീയ മാറ്റം പ്രകടമാകുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നതെന്ന് ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്. 5 എം.എൽ.എമാർ കോട്ടയത്ത് നിന്നും ബി.ജെ.പിയിലേക്ക് ഉണ്ടാകും. പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, വൈക്കം മേഖലകളിൽ ബി.ജെ.പിക്ക് ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ വളർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ വൻ മുന്നേറ്റമായി മാറുമെന്നും ഷോൺ ജോർജ് ജനം ടിവിയോട് പറഞ്ഞു. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തെ ഇതുവരെയുള്ള രാഷ്ട്രീയ കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസമാണ് ബി.ജെ.പി. പ്രകടമാക്കുന്നത്. പ്രത്യേകിച്ച് പാല, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ തുടങ്ങിയ മേഖലകളിൽ വലിയ മുന്നേറ്റം സാധ്യമാകും എന്നുള്ള ആത്മവിശ്വാസം പ്രകടമാക്കുന്നു. തദ്ദേശീയ തെരഞ്ഞെടുപ്പിലടക്കം ഇത്തരത്തിലുള്ള സൂചനകൾ കണ്ടതിൻ്റെ വലിയ ആത്മവിശ്വാസത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബി.ജെ.പി. ഒരുങ്ങുകയും ചെയ്തത്. ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പാല അടക്കമുള്ള മേഖലകളിൽ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ നിലവിൽ അറിയാൻ സാധിക്കുന്നത്? പ്രവർത്തകർ വളരെ സജീവമായി പാലായിലടക്കം തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ നമ്മൾ ജനുവരി മാസം പകുതിയോടുകൂടി തന്നെ നമ്മൾ ആരംഭിച്ചു. വരുന്ന ഒരു 15 ദിവസം കൊണ്ട് തന്നെ പൂർണ്ണമായും ബൂത്ത് തലത്തിൽ പാർട്ടിയെ സജ്ജമാക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഇപ്പോൾ പാർട്ടി നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതല നൽകിയിരിക്കുന്നു. പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി ഇതൊരു പാക്കായിട്ട് നിന്നുകൊണ്ട് നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാല മാത്രമല്ല, ഇപ്രാവശ്യം വലിയ റിസൾട്ട് ഉണ്ടാക്കിയ സ്ഥലമാണ് വൈക്കം. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി, നമുക്കത്ര എഴുതിത്തള്ളാൻ പറ്റുന്ന സ്ഥലമല്ല ചങ്ങനാശ്ശേരി. അങ്ങനെ പാർട്ടി ഈ 9 നിയോജകമണ്ഡലങ്ങളിൽ 5 നിയോജകമണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ബി.ജെ.പിക്ക് കഴിയും. കോട്ടയം ജില്ലയിൽ നിന്നും 2-ൽ കുറയാത്ത എം.എൽ.എമാരെ സൃഷ്ടിക്കാൻ കഴിയുമോ? അത് 3 ആണ് ഞങ്ങളുടെ ടാർഗറ്റ് 3 ആണ്. എന്നാലും 2-ൽ കുറയാത്ത എം.എൽ.എമാരെ സൃഷ്ടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. കോട്ടയത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വരുന്ന വലിയൊരു മാറ്റമായി കാണുന്നത്, വിലയിരുത്തലുണ്ടാകുന്നത് ഈ മലയോര മേഖലകളിൽ നിന്ന് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വലിയൊരു പിന്തുണ ബി.ജെ.പിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ പ്രദേശങ്ങളിൽ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, പാല അടക്കമുള്ള മേഖലകളിൽ വലിയ ഒരു മുന്നേറ്റത്തിന് സാധ്യത ഒടുക്കും എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത്, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുള്ള ഉണ്ടായിട്ടുള്ള ധ്രുവീകരണം നമുക്ക് ഭയങ്കരമായി നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് ഈ മേഖലയിലെല്ലാം നമുക്കിനി ഉചിതമായ ക്യാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്യുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. ആ ക്യാൻഡിഡേറ്റ്സിനെ കൃത്യമായി പ്ലേസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ അത്ഭുതം സംഭവിക്കാൻ പോകുന്നത് കോട്ടയം ജില്ലയിലായിരിക്കുമെന്ന് ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസം. ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം 4 പതിറ്റാണ്ടായിട്ട് കൈവളവിൽ സൂക്ഷിച്ച പാല നഗരസഭാ ഭരണം ഉൾപ്പെടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായി. ഈ കേരള കോൺഗ്രസ് രാഷ്ട്രീയം കോട്ടയത്ത്, മധ്യ കേരളത്തിൽ അപ്രസക്തമാകുന്നു എന്നുള്ള ഒരു വിലയിരുത്തലുണ്ടോ ബി.ജെ.പി.? അല്ല, കോട്ടയത്ത് ഒരു തലമുറ മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. ഇപ്പോൾ LDF-ൻ്റെയും UDF-ൻ്റെയും നേതാക്കളായിട്ട് നിൽക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചോ? ഇവരുടെ എല്ലാം അവസാന തിരഞ്ഞെടുപ്പാണ്. നിങ്ങൾ എഴുതി വെച്ചു. നമ്മൾ ഒരാളുടെ ആയുസോ രാഷ്ട്രീയമോ എന്ന് പറയാൻ നമ്മൾ ശരിയല്ല. പക്ഷേ ഏജ് ഓവറാണ്. കോട്ടയത്തെ CPM-നും കോട്ടയത്തെ കോൺഗ്രസിനും കോട്ടയത്തെ കേരള കോൺഗ്രസും വയോധികരായിരിക്കുന്നു. വ്യക്തികളല്ല, പാർട്ടിയുടെ അണികൾ അവരുടെ നേതൃനിര പരിശോധിച്ച് നോക്കിയാൽ ആവറേജ് പ്രായം 65 ആയിരിക്കും. ആവറേജ് പ്രായം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, പക്ഷേ BJP-യുടെ നേതൃനിരയുടെ ആവറേജ് പ്രായം 45 താഴെയാണ് കോട്ടയത്ത്. അതിനോട് ഇനി ഒരു 5 വർഷത്തിനപ്പുറത്ത് പിടിച്ചു നിൽക്കാൻ കോൺഗ്രസിനോ CPM-നോ കോട്ടയത്താവില്ല. ഇനി വരുന്ന നാളുകൾ കോട്ടയത്തിൻ്റെ നാളുകൾ. തിരുവനന്തപുരം പോലെ അതിനപ്പുറത്ത് ഏറ്റവും ശക്തമാകാൻ പോകുന്ന ജില്ല കോട്ടയമാണ്. 2 എം.എൽ.എമാർ ഉറപ്പാണെന്നാണ് പറയുന്നത്. 100%. കോട്ടയം ജില്ലയിൽ നിന്നും 2 അല്ല, ഞങ്ങളുടെ ലക്ഷ്യം 3 ആണ് ഈ പ്രാവശ്യം തന്നെ. അത് വരുന്ന പ്രാവശ്യം 5-ന് മുകളിൽ പോകും. അതായത് BJP ഭരിക്കുമ്പോൾ ഇവിടുത്തെ ഭൂരിപക്ഷം എം.എൽ.എമാരും കോട്ടയം ജില്ലയിൽ നിന്ന് ഉണ്ടാകണം. അതിനുള്ള ജോലി ഞങ്ങൾ ചെയ്യും. കോട്ടയത്ത് നിന്ന് BJP-യുടെ എം.എൽ.എമാർ ഉണ്ടാകും എന്നുള്ള ആത്മവിശ്വാസം ദൃഢമായി പ്രകടിപ്പിക്കുകയാണ്. കോട്ടയത്ത് BJP-യുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് കോട്ടയത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്നുള്ള ആ ഒരു ദൃഢ ആത്മവിശ്വാസം തന്നെയാണ് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് പ്രകടിപ്പിക്കുന്നത്. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം കോട്ടയത്ത് നിന്നും മിഥുൻ മുരളി.